ഹേ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഞങ്ങളുടെ ഡൽഹി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഡൽഹി പ്രവാസം ഇതുവരെ തീരാനായില്ലേ? തീരാനായി തോന്നുന്നു ഗൈസ്. ഇനിയും 2-3 വീഡിയോസൊക്കെ ഉണ്ട്. ഇത് ഞാൻ മെയ് 16-നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ മ്യൂസിക്കൊക്കെ കേൾക്കാം കേട്ടോ. എൻ്റെ വീട്ടിലെ ആടിൻ്റെ ശബ്ദവും പിന്നെ ഇടിയൊക്കെ മുട്ടുന്നതിൻ്റെയും അതൊക്കെ വേണമെങ്കിൽ കേൾക്കാം. അതൊന്നും നിങ്ങളാരും മൈൻഡ് ചെയ്ത് എൻ്റെ വോയിസ് മാത്രം കേൾക്കുക ഗൈസ്. അപ്പം ഞങ്ങൾ നമ്മൾ കുത്തബ്മിനാർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഒരു സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഗൂഗിളൊക്കെ നോക്കിയിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. കാരണം വഴി കൃത്യമായിട്ട് അളിയൊന്നും വൃത്തിക്ക് കറക്റ്റുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഗൂഗിൾ ചേച്ചി നമ്മളെ ചതിച്ചു എന്ന് പറഞ്ഞാൽ ചതിച്ചു ഗൈസ്. കാരണം കുറേ സമയത്ത് എത്തിയിട്ട് ഞങ്ങൾ ആദ്യം 1 കിലോമീറ്റർ ദൂരെ വന്നിട്ട് ആദ്യം തിരിച്ചു പോയി. അങ്ങനെയൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പണിയായിരുന്നു. ഞങ്ങൾ പോയതൊരു സന്ധ്യാസമയം ആ ഒരു ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ഓറഞ്ച് മയമായിരുന്നു കുത്തബ്മിനാർ ഉണ്ടായിരുന്നത്. കുത്തബ്മിനാറും ഓറഞ്ചിൽ ബൾബൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അവിടെയുള്ള പൂവും മരത്തിലും ഒക്കെ ബൾബ് ആ കളറ് ഓറഞ്ചായിരുന്നു. എന്തുകൊണ്ടാണ് ഓറഞ്ച് തീം എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല സൂപ്പറായിരുന്നു. നല്ല വ്യൂ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നമ്മളെ സൂര്യാസ്തമയത്തിൻ്റെ സമയം ഉണ്ടാവില്ലേ, അതൊന്നൊരു ഓറഞ്ച് കളറില്ലേ, അതുപോലത്തെ ഒരു ഓറഞ്ചായിരുന്നു. ഫുൾ ബൾബ് സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അധികവും എന്താ പറയുക, ഇംഗ്ലീഷുകാർ അങ്ങനെയുള്ള ടീമൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മലയാളീസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോലത്തെ ഗ്രൂപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം നോക്കിയത് വളവുണ്ടോ ചെരിവുണ്ടോ അങ്ങനെയുള്ള സംഭവം ഉണ്ടോ എന്നൊക്കെയായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ കുത്തബ്മിനാറിൻ്റെ അവിടെയുള്ള കുറച്ച് മതിൽ അങ്ങനത്തെ സംഭവമില്ലേ, ആ മതിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീണ പോലെയെല്ലാം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ വർഷത്തെ പഴക്കം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വീണ്. ഇതൊക്കെ കണ്ടോ, അതിൻ്റെ അറ്റവും സൈഡും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീണിട്ടുണ്ട്. പക്ഷെ ആ പൊട്ടിപ്പൊളിഞ്ഞ് വീണ സൈഡിൽ നിന്നായാലും വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ മെയിനായിട്ട് വീഡിയോസ് ഫോട്ടോസിനാണല്ലോ മെയിൻ പ്രഖ്യാപനം നിൽക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഞാനും അപ്പോൾ കുറേ ഷോർട്ട് വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ID കൊടുക്കാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റ ID പ്രണയ അമ്മൂസ് എന്നാണ്. എന്നെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണേ. കാരണം ഇൻസ്റ്റയിൽ എൻ്റെ കുറച്ച് റീൽസ് വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാശിക്ക് ആ സമയമാകുമ്പോഴത്തേക്കാണ് കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്ഥലമൊക്കെ മാറിയില്ല. നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റേതായ കാലാവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് ക്ഷീണമൊക്കെ ഓനുണ്ടായിരുന്നു. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കാശിയായിട്ട് കുറച്ചൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. ഓൻ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. തിരക്കും ഉണ്ടായിരുന്നു അത്യാവശ്യം. എന്താ പറയുക, ഈ സമയത്തൊക്കെ. പക്ഷേ ആ വെളിച്ചത്തിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലിയറിൽ തന്നെ വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ലൈറ്റ് സെറ്റപ്പ്, അത് കാണാനാണ് മെയിൻ ആളിങ്ങനെ കാത്തിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ആ ലൈറ്റും സെറ്റപ്പും കാണാൻ വേണ്ടി വെക്കുമായിരുന്നു. 1 2 3 എന്നിങ്ങനെ ടൈം ഇങ്ങനെ എണ്ണിയിട്ട് ഒരു 10 മിനിറ്റോളം ഒരു ലൈറ്റ് സെറ്റപ്പിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു പാട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തിട്ടില്ല. അത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ ഒരു ടൈം 1 2 3 എന്നൊക്കെ പറഞ്ഞ ആ ടൈം എന്ത് സൈലൻ്റ് ആണെന്നറിയാം. അത്രപാട് ആളുണ്ടായിരുന്നു. അവരൊക്കെ ചലചലയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈം വേണ്ടി എല്ലാവരും സൈലൻ്റ് ആയിട്ട് മാത്രം നിന്നിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം സൂപ്പറാണ്. ഞാൻ ഇതുവരെ വീഡിയോയിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നോർമൽ കുത്തബ്മിനാറിൻ്റെ ഫോട്ടോസും വീഡിയോസും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ ലൈറ്റ് സെറ്റപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ പോയപ്പോഴായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക. ചാ.